ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ഡെലിവറി വ്ളോഗാണ് കേട്ടോ. അപ്പം ഡെലിവറി സമയത്ത് നമ്മൾ ആ ഒരു ടെൻഷനും ആ ഒരു സിറ്റുവേഷനിലും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ വീഡിയോസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നും ഇത് ഓർക്കാമല്ലോ. അപ്പം ഇത് ബുർജിൽ മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റലാണ് കേട്ടോ, അബുദാബിയിലെ. അപ്പം ഇവിടെ നമ്മൾ ഒരു ഡെലിവറി ഇപ്പോൾ കഴിഞ്ഞിട്ട് 1 മന്ത് ആവാനായി. പക്ഷേ ആ സമയത്തൊന്നും വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഫെബ്രുവരി 3-ാം തീയതി നൈറ്റ് ഒരു 9:30 10 o'clock നമ്മളിവിടെ വന്ന് അഡ്മിറ്റ് ആയത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഇത് ലേബർ റൂമാണ് കേട്ടോ. ലേബർ റൂം ഒരു ഡെലിവറി കഴിയുന്നവരെ നമ്മളിവിടെ ആയിരിക്കും. ഡെലിവറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒബ്സർവേഷൻ റൂം നമുക്ക് സെപ്പറേറ്റ് റൂം തരും, അതിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഇവിടെ നല്ല ഫെസിലിറ്റീസാണ് കേട്ടോ. പിന്നെ ബെഡാണേലും പിന്നെ ഫുഡൊക്കെ നമുക്ക് ടൈമിന് കിട്ടും. പക്ഷേ ഫുഡൊന്നും നമുക്ക് അങ്ങനെ നമ്മുടേതായ രീതിക്കുള്ള മലയാളീസിൻ്റെ ഫുഡൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ട് കഴിക്കുകയാണ് ചെയ്തത്. അവിടെ കാണുന്നത് ബേബി വന്നാൽ ബേബിനെ കിടത്തുന്ന ഒരു ചെറിയൊരു ടേബിളാണ് കേട്ടോ. അപ്പം നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ ഹോസ്പിറ്റലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം ഹോസ്പിറ്റലിൻ്റെ പുറത്തെ ഭാഗമാണ് കേട്ടോ. അവിടെ ഏട്ടമ്മ ഇവിടെ വന്നാൽ ചായ കുടിക്കൽ തന്നെയാണ് പണി. കാരണം ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ ചായ കിട്ടുമല്ലോ. ഞാൻ മുന്നേയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല എന്താ പറയുക, നമുക്ക് ഒരു ഹോസ്പിറ്റലാണെന്ന് ഫീൽ ചെയ്യില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആശ്വാസം, എന്താ ഈ ഒരു ഭംഗിയും ഇതൊക്കെ കാണാൻ. അല്ലാതെ നമുക്ക് ഇപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവില്ലേ, അടുത്ത് ഓരോരുത്തർ അസുഖമായിട്ടും പിന്നെ ഓരോരോ ആക്സിഡൻ്റ് ആയിട്ടൊക്കെ വന്ന് കിടക്കുന്ന കാണുമ്പോൾ ഓൾറെഡി നമുക്ക് ഡെലിവറീൻ്റെ ടെൻഷൻ്റെ കൂടെ അതുകൂടെ കാണുമ്പോൾ ഒന്നുകൂടെ ടെൻഷൻ ആവുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നല്ല സൈലൻ്റായിട്ട് നല്ല ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടും. കണ്ടില്ലേ, നല്ല ഭംഗിയിലാണ് ഇവരിവിടെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാ ഡെലിവറീൻ്റെ ടൈമിൽ മോളെ നമുക്ക് അവിടെ ലേബർ റൂമിലേക്ക് വരാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് മോളും അച്ഛനും പുറത്തിങ്ങനെ നിൽക്കുകയാണ് ചെയ്തത്. ഹസ്ബൻഡിനെ മാത്രമേ ലേബർ റൂമിലേക്ക് വിടുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് ലേബർ റൂമിൽ ഡെലിവറി കഴിയുന്നത് വരെയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, നമ്മൾ ആശ്വസിപ്പിക്കാനും എല്ലാത്തിനും. അതുതന്നെ ഏറ്റവും വലിയൊരു സമാധാനമാണ് കേട്ടോ ആ ടൈമിൽ. പിന്നെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അമ്മക്ക് വരാൻ പറ്റും. ഇവിടെ ഹസ്ബൻഡാണ് വന്നത്. അമ്മയും പിന്നെ അച്ഛനും ഇപ്പം മോളും പുറത്ത് നിൽക്കുകയാണ് ചെയ്തത്. പുറത്താണേലും അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാനും ഇരിക്കാനും ഒക്കെയുള്ള നല്ല സൗകര്യമുണ്ട്. പിന്നെ ഇതാണ് എൻട്രൻസ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ 4 സൈഡിലും ഓരോ എൻട്രൻസ് 1, 2 അങ്ങനെ 3 എൻട്രൻസോ അങ്ങനെ എന്തോ ഉണ്ട്. മോളാണെങ്കിൽ സ്കൂളൊക്കെ ലീവാക്കിയിട്ട് ബേബി എപ്പോഴാണ് വരിക എന്ന് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴാണ് എൻ്റെ മമ്മി ബേബീനെ കൊണ്ടുവരിക എന്ന് ചോദിച്ചാൽ അച്ഛൻ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു എന്നാട്ടോ പറഞ്ഞത്. ഈ സമയത്തൊന്നും ഞാൻ ലേബർ റൂമിൽ പെയിനൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ ഫുഡ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. സലാഡൊക്കെ ഓക്കെ നമുക്ക് കഴിക്കാം. പക്ഷേ ഇവരെ ഫുഡ് റൈസും കറിയൊന്നും നമ്മുടേതായ ഒരു നാടൻ ടേസ്റ്റിലല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. അവർ തരുന്ന ഫുഡൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം യോഗേർട്ടാണ്, പിന്നെ സലാഡായിട്ടും പിന്നെ റൈസും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കത് ആ ടേസ്റ്റ് അത്ര പറ്റില്ല. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ റൂമിലേക്ക് മാറ്റിയിട്ടോ. അപ്പം ഈ സമയത്ത് നമുക്ക് അതിൻ്റെ മുന്നേയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഡെലിവറി പെയിനും ഒക്കെ കൂടെ ടെൻഷനും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കേണ്ട മൂഡല്ല. അതിന് ശേഷം ഒന്ന് ഫ്രീ ആയപ്പം എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ കിടത്തുന്ന റൂം, ഒബ്സർവേഷൻ റൂം. അപ്പോൾ ബേബി വന്നു. ബേബി അവിടെ ഉണ്ട്, പിന്നെ ഞാനും. അപ്പം ഡെലിവറി കഴിഞ്ഞ ക്ഷീണത്തിലാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോസ് മാത്രമേ ഏട്ടനെടുത്തതാണ്, അതും അങ്ങനെ കിട്ടിയുള്ളൂ. പിന്നെ ഒബ്സർവേഷൻ റൂമാണെങ്കിലും നല്ല റൂമാണ് കേട്ടോ. പിന്നെ നല്ല വൃത്തിയുള്ള ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ബാത്റൂമും വിശാലമായ റൂമുമാണ്. അപ്പം നല്ല സൗകര്യം തന്നെയാണ്. പിന്നെ ഡെലിവറീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3-ാം തീയതി രാത്രി 1:30 മണിക്ക്, പുലർച്ചെ 1:30 മണിക്ക് പിന്നെ മെഡിസിൻ വെച്ചിട്ട്, പെയിൻ വരാനുള്ള മെഡിസിൻ വെച്ചിട്ട് 4-ാം തീയതി വൈകിട്ട് ഒരു 4 o'clock ഡെലിവറി നടന്നത്. അപ്പോൾ അത്രയും സമയം എടുത്തിട്ടുണ്ട്. പിന്നെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ കുറച്ചൊന്ന് സമാധാനമായി. അതുവരെ നമ്മളാകെ ടെൻഷനും ഒക്കെയാണ്. ഇനി മോള് ബേബീനെ കാണാൻ വരുന്ന വീഡിയോ ആണ് കേട്ടോ, അതൊന്ന് നമുക്ക് കാണാം.
കണ്ടക്ക ആരാ ബേബി ആയത്? എത്ര നേരായി കയ്യിൽ വെച്ചെടുക്ക്. ഒരു ഉമ്മ കൊടുക്ക്. നെറ്റിമല്ല നെറ്റിമ. ഓക്കെ. ഹാപ്പി ആയോ അടിവാന? എന്താണ് ബേബിനെ കിട്ടിയപ്പോൾ ഹാപ്പി ആയോ? ഓളെ മടിയിൽ വെച്ചെടുക്കുന്നു. ഇപ്പൊ ഒരാളെ കിട്ടും. വെയിറ്റ് ചെയ്യാണ് ഇവാന. അത് നോട്ടല്ലേ. ഹാപ്പി ഇവാന? ചേച്ചി അല്ല മുണ്ടി മൂക്കിലാക്കണ്ട. മതി മതി. എങ്ങനെയാക്കി അങ്ങനെ അതാ ഇവമോള് ബേബിനെ കണ്ടു. ഇവമോള് ബേബിനെ കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. കുറേ പുറത്ത് നിന്ന് എപ്പോഴാ മമ്മിയും ബേബിയും വരാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇതാ ഇപ്പം ബേബിനെ കണ്ടതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്നും ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഗിഫ്റ്റ് പാക്ക്. അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് അവൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പം ഒരു ഡോളുണ്ട്, പിന്നെ കുറേ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ട്. ഗിഫ്റ്റ് വൗച്ചേഴ്സൊന്നും നമുക്കത്ര യൂസ് ആവില്ല, കാരണം 100 ദിറംസിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. അത് നമ്മളൊരു 500 ദിറംസിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു 100 ദിറംസ് വൗച്ചർ അങ്ങനെയാണ് ഉള്ളൂ. അപ്പോൾ നമുക്കത്ര യൂസ് ആയില്ല. പിന്നെ കുറേ ഗ്രീറ്റിങ്സൊക്കെ പോലെയുള്ള കാർഡ്സും, പിന്നെ എന്താ കുട്ടിക്കുള്ള പാമ്പേഴ്സ്, ലോഷൻ, അങ്ങനെ കുറച്ച് ഐറ്റംസാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇതാ ഡെലിവറി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം 5-ാം തീയതിയാണ് കേട്ടോ. ഇവിടെ ഡെലിവറി കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ പിന്നെ 24 hours എന്ന് വെച്ചാൽ 1 day ആണ് പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ നിർത്തുള്ളൂ. പിന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. പിന്നെ അങ്ങനെ ഇതാ ഇന്ന് പിറ്റേ ദിവസമായി. ഇന്ന് വൈകിട്ട് നമുക്ക് ഡിസ്ചാർജാണ്. അപ്പോൾ ഇതാ അതിന്ന് കിട്ടിയ ഓരോ സാധനങ്ങളും അവളിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, ഓയിൽമെൻറ്റ് ബേബിൻ്റെ. ഓക്കെ, തിരിച്ച് പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. ഒരു മിനിറ്റ് വിട്ടെ. അത് അടുത്തടുത്ത് ലാസ്റ്റ് വണ്ണ ഫിനിഷായി. ഇതില്ല, എത്ര കിട്ടിയില്ലല്ലേ? ഓക്കെ, ആണ് ഗിഫ്റ്റ് ഫിനിഷ്. അങ്ങനെ ഇതാ കിട്ടിയ ഗിഫ്റ്റിൽ ഒരു ബേബിക്ക് പറ്റിയ ഡോളുണ്ട്. അത് മോള് ബേബിക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെയാണ് കേട്ടോ അന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പം കുറച്ച് വീഡിയോസേ ഉള്ളൂ, എന്നാലും എന്നും നമുക്കിത് കാണാനും എടുത്തു നോക്കാനും ഒരു ഓർമ്മയല്ലേ. പിന്നെ ഇതാ ഓരോ ടൈമിലും ഇങ്ങനെ ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് അന്നത്തെ വിശേഷം. ഇനിയും നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പം അതുവരേക്കും ബൈ.